കളമശ്ശേരിയിലെ ടാങ്കർ അപകടത്തിൽ ടാങ്കർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിമാറ്റി. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച BPCL സുരക്ഷാ വീഴ്ച ഉണ്ടോയോ എന്ന് പരിശോധിക്കും. ഉമേഷാണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ടാങ്കർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സ്ഥിതി? രാവിലെ മുതലുള്ള ശ്രമങ്ങൾ ഏതുവിധമൊക്കെ ആയിരുന്നു? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് ദൗത്യം. 9 മണിക്കൂർ നീണ്ട ദൗത്യം പൂർത്തിയായി. നിലവിൽ ഈ കളമശ്ശേരി അപകടം നടന്ന സ്ഥലത്തുന്ന ടാങ്കർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:15 ഈ ഇരുമ്പനത്ത് നിന്ന്, അതായത് BPCLന്റെ അമ്പലമുള്ള പ്ലാന്റിൽ നിന്ന് പ്രൊപ്പലിൻ ഗ്യാസ് കയറ്റി വന്ന ടാങ്കർ ലോറി കളമശ്ശേരിയിലെ TVS ജംഗ്ഷനിലെ മീഡിയനിൽ ഇടിച്ച് മറിഞ്ഞത്. ദേശീയപാതയ്ക്ക് കുറുകെയാണ് മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. നിമിഷങ്ങൾക്കകം തന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിൽ വാതക ചോർച്ച ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. അതില്ല എന്ന് ബോധ്യപ്പെട്ടു. അതിനടിസ്ഥാനത്തിൽ ഈ റോഡിന് പുറകെ കിടക്കുന്ന ടാങ്കർ ഉയർത്തി മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനായി ഒരു ക്രെയിൻ എത്തിച്ചു. ക്രെയിൻ ഉപയോഗിച്ച് ഈ ടാങ്കർ പൂർണ്ണമായും ഉയർത്തി പഴയ ക്യാബിനിലേക്ക് തന്നെ അത് മാറ്റി ആ ഉയർത്തിയ റോഡിനരികിൽ അത് പൂർത്തിയാകാൻ തന്നെ ഏതാണ്ട് 5 മണിക്കൂറോളം സമയമെടുത്തു. പുലർച്ചെ 5 മണിയോടെയാണ് ആ ടാങ്കർ ഉയർത്തി ദേശീയപാതയ്ക്ക് അരികിലേക്ക് മാറ്റിയത്. അപ്പോൾ മുതൽ ഗതാഗതം സാധാരണ നിലയിലാണ്. പക്ഷേ അത് മാറ്റണമെങ്കിൽ ആ അപകട ടാങ്കർ ആ ക്യാബിൻ തന്നെ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പകരം മറ്റൊരു ക്യാബിൻ സ്ഥലത്തേക്ക് എത്തിക്കാനുണ്ടായത്. മറ്റൊരു ക്യാബിൻ സ്ഥലത്ത് എത്തിച്ച് രാവിലെ മുതൽ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. മറ്റൊരു ക്രെയിനിന്റെ സഹായത്തോടെ പുതിയ ക്യാബിനിലേക്ക് ഈ പഴയ ടാങ്കർ ഘടിപ്പിച്ച് അതാണ് പിന്നെ അവിടെ നിന്നും ഓടിച്ചു കൊണ്ടുപോയത്. ആ ദൗത്യം അങ്ങനെ ആകെ 9 മണിക്കൂർ നീണ്ട ദൗത്യമായിരുന്നു. ഏതായാലും വാതക ചോർച്ച ഒന്നുമില്ലാതെ തന്നെ അധികം ഗതാഗതക്കുരുക്കില്ലാതെ ടാങ്കർ അവിടെ നിന്ന് ഓടിച്ചു മാറ്റി വീണ്ടും അമ്പലമുകളിലേക്ക് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇത് യഥാർത്ഥത്തിൽ അമ്പലമുകളിൽ നിന്ന് പ്രൊപ്പലിൻ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകേണ്ട ലോഡായിരുന്നു. അത് അപകടം വന്ന സാഹചര്യത്തിൽ അത് മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റി വീണ്ടും അമ്പലമുകളിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് 9 മണിക്കൂർ എടുത്തെങ്കിലും ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയായി എന്ന് പറയാം. മറ്റാശങ്കകളൊന്നും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതെ, BPCL സ്വാഭാവികമാണ് ഇത്തരത്തിലൊരു അപകടം. അതായത് 20 ടൺ നിറച്ച പ്രൊപ്പലിൻ ഗ്യാസുമായി പോയ ആ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. അത് മറിയാനുണ്ടായ സാഹചര്യം, വാതക ചോർച്ച ഉണ്ടായോ, അത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആഭ്യന്തരമായ ഒരു അന്വേഷണം BPCL പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സാഹചര്യം പൂർണ്ണമായും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡ്രൈവറുമായി അടക്കം നമ്മൾ സംസാരിച്ചിരുന്നു. ഇത് നിയന്ത്രണം വിട്ട് മറിയുകയാണ്. വലിയ തരത്തിൽ ലോഡ് കയറ്റിയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചപ്പോൾ നിയന്ത്രണം വിട്ട റോഡിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. മറ്റ് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഡ്രൈവർ വിശദീകരിച്ചിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണം BPCL നടത്തുന്നുണ്ട്. അതെ, സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന പരിശോധന നടക്കും. എങ്കിലും ഇതുവരെയുള്ള ഒരു വിലയിരുത്തലിൽ പ്രാഥമിക വിലയിരുത്തൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുണ്ടോ? ഇത് എന്ത് സാഹചര്യത്തിലാണ് മറിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഈ കൊണ്ടുപോയ ടാങ്കറിന് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ആ വാഹനത്തിലുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. മാത്രമല്ല, ഇത് ആദ്യഘട്ടത്തിലൊന്നും വാതക ചോർച്ച ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ആ ക്രെയിൻ ഉയർത്തി മാറ്റുന്ന സമയത്ത് അല്പം വാതകം ചോർന്നതായി പറയപ്പെടുന്നുണ്ട്. ആ സമയത്ത് രൂക്ഷ ഗന്ധമൊക്കെ വന്നിരുന്നു. ഇതെല്ലാം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നത് സമഗ്രമായി അന്വേഷിക്കുക, പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് BPCL ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കും. ഏതായാലും മറ്റ് പൊതുജനങ്ങൾക്ക് ആർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. KM ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ടാങ്കർ ലോറി ഉയർത്തി മാറ്റിയിട്ടുണ്ട്. പുതിയ ക്യാബിൻ എത്തിച്ച് അതിലേക്ക് മാറ്റി ആശങ്ക പരിഹരിച്ചിരിക്കുന്നു. BPCL സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.